الله وبركاته. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് അവന്റെ പരിശുദ്ധമായ ഈ റമളാനിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ആ റമളാനിൽ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടുത്തി വർഷങ്ങളായി ഈ കാലത്തോട് ജുമാ മസ്ജിദിന്റെ പരിസരത്തും ഹാളിലുമൊക്കെയായി നമ്മൾ നടത്തിവരുന്ന ആ റമളാൻ പ്രഭാഷണ പരമ്പരയുടെ 2017 ഒരു വേദിയിലാണ്, ആദ്യത്തെ ദിവസത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. സ്വാഭാവികമായും തുടക്ക ദിവസം എന്ന നിലക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ നിഅമത്തായ മഴ ചെറിയൊരു സമയം 10 എന്നതൊരു 10:30 വരെ നീളാൻ കാരണമായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, ഇതൊരു വലിയ നിഅമത്താണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ റബ്ബിന്റെ സ്വർഗത്തിലേക്കായി നമ്മിൽ നിന്നുള്ള ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സിൽ ഇരിക്കുന്നിടത്ത്, ഈ സദസ്സിൽ ഞങ്ങളോട് അഭിമുഖീകരിക്കുന്നിടത്ത് എനിക്ക് പരിചയമുള്ള കുറേ മുഖങ്ങളുണ്ട്. പരിചയമില്ലാത്ത മുഖങ്ങളും ഇവിടെയുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ വർഷത്തിലും അതിന്റെ മുമ്പത്തെ വർഷത്തിലുമൊക്കെ പരിചയമുള്ള ചില മുഖങ്ങളെ കാണാനുമില്ല എന്നത് മനസ്സിൽ ചെറിയൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ രോഗമാകാം, അല്ലെങ്കിൽ അവർ ഈ ലോകത്തുനിന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകാം. റബ്ബ് രോഗികളാണെങ്കിൽ അവർക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതല്ല, മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റമളാനിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു നന്ദി റബ്ബിനോട് നമ്മൾ കാണിക്കണം, പ്രാർത്ഥിക്കണം. എനിക്ക് നിങ്ങളോട് ആദ്യമായി ഇന്ന് വസിയത്ത് ചെയ്യാനുള്ളത്, ഓരോ സെക്കൻഡും
പ്രാർത്ഥനകളുടേതാക്കി നമ്മൾ മാറ്റണം. റബ്ബിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. കണ്ണ് നിറഞ്ഞ് ഹൃദയം പിടച്ച് കരങ്ങൾ ഉയർത്തി അള്ളാഹുവിന്റെ ഖജനാവ് പൊട്ടി നമ്മൾ പറയണം റബ്ബിനോട്. ഒരുപാട് വേദനകൾ, വിഷമതകൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, വ്യാകുലതകൾ, അസ്വസ്ഥതകൾ, അസഹനീയമായ ധാരാളം നമുക്ക് പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകര് പറയാം, ആരല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹു കോപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ചോദിക്കുക, റബ്ബിനോട് മനസ്സറിഞ്ഞ് ചോദിക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്ന, എന്നിട്ട് റബ്ബിന്റെ തൃപ്തി നേടുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മനുഷ്യർ എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഈ ലോകത്തെ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയും റബ്ബിങ്കൽ പ്രതിഫലവും അവയുടെ ഒടുക്കത്തെ പര്യവസാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാൾ തന്റെ ആയുസ്സിൽ 70 കൊല്ലം, 80 കൊല്ലം, അല്ലെങ്കിൽ 60 കൊല്ലം, എത്രയാണോ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തന്നത്, ആ ആയുസ്സിലെ ഭൂരിഭാഗവും തനിത്തെമ്മാടിയായി ജീവിക്കുകയും എന്നിട്ട് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അള്ളാഹുവിനെ തിരിച്ചറിയുകയും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അവനിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും ആ അവസ്ഥയിൽ മരിക്കുകയും ചെയ്താൽ, മരിക്കുകയും ചെയ്താൽ അത് അയാളുടെ നല്ല പര്യവസാനമാണ്, നല്ല ആഖിബത്താണ്, ഒടുക്കമാണ്. നേരെ മറിച്ച് ഒരാളുടെ ആയുസ്സിലെ നല്ല വശങ്ങളൊക്കെ റബ്ബ് തൃപ്തിപ്പെട്ട മാർഗത്തിലാണ് അയാൾ ചെലവഴിച്ചത്. അയാൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ഒടുക്കം, അയാളുടെ ജീവിതത്തിന്റെ പര്യവസാനം ഇതിന് നേരെ എതിരായി, റബ്ബ് തൃപ്തിപ്പെടാത്തവരായി, റബ്ബ് ഇഷ്ടപ്പെടാത്തവരായി, വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവരായി അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയാണ് ഒരാൾ മരിക്കണതെങ്കിലോ അയാളുടെ പരലോകം നഷ്ടകരമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയതാണ്. എന്താ നബി പറഞ്ഞറിയോ? ഇന്നർ റജുല ലയഅമലു الزمن الطويل بعمل أهل الجنة ثم يختم له عمله بعمل أهل النار. തീർച്ചയായും ഒരാൾ വളരെ കാലം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുകയാണ്, പിന്നീട് അയാൾ നരകത്തിലെത്തിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾക്ക് പര്യവസാനമിടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം കാലം അയാള് ചെയ്തത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളാണ്. പക്ഷേ അയാൾ മരിക്കാൻ നേരായപ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു? നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് അയാളുടെ ജീവിതം ഇവിടുന്ന് അവസാനിപ്പിക്കുന്നു. ഇത് വലിയ നഷ്ടമാണ്. എന്നാൽ രണ്ടാമത്തെ ഒരാളോ മറ്റൊരാൾ വളരെ കാലം നരകത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുകയും അവസാനം അയാള് സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അയാളുടെ ജീവിതം അങ്ങനെ ദുനിയാവിൽ അവസാനിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ദുനിയാവിന്റെ രണ്ടവസ്ഥയിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരുടെ ദുനിയാവിന്റെ രണ്ടവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരാള് നല്ലത് ചെയ്തിട്ടാണ് ജീവിച്ചത് ലോകത്ത്, പക്ഷേ അയാള് മരിക്കുമ്പോൾ മോശക്കാരനായിട്ടാണ് മരിക്കണത്. ഒരാള് മോശക്കാരനായിട്ടാണ് ലോകത്ത് ജീവിക്കണത്, പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അയാൾ നന്മ ചെയ്തിട്ടാണ് ലോകത്ത് മരിക്കണത്. ഈ രണ്ടുപേരും പരലോകത്തെത്തുന്നത് രണ്ടവസ്ഥയിലാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതല്ലേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രാവിലത്തെ സത്യവിശ്വാസി, വൈകുന്നേരത്തെ കാഫിർ. വൈകുന്നേരത്തെ കാഫിർ നേരം വെളുക്കും, വൈകുന്നേരത്തെ സത്യവിശ്വാസി നേരം വെളുക്കുമ്പോഴേക്കും കാഫിർ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തോടുകൂടി മുസ്ലിമേ നമ്മൾ ആലോചിക്കേണ്ട ഒരു വാചകമാണത്. കാരണം എന്തറിയോ, എങ്ങനെയാണ്
എങ്ങനെയാണ് ഒടുക്കമെന്ന് നമുക്ക് പറയാനാകൂല. എന്റെയും നിങ്ങളുടെയും പര്യവസാനം എങ്ങനെയാണെന്ന് പറയാനാകൂല. നന്മകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കുറവാണെന്ന നന്മകൾ ചെയ്യുന്ന, പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ആലോചിക്കാം, നല്ലതായതൊക്കെ നമുക്ക് കുറവാണ്. ഈ ഒരു കുറവാണ് എന്ന് ചിന്ത നമ്മിൽ ഉണ്ടാകണം പ്രിയമുള്ളവര്. നമ്മൾ സാധാരണ കുറവിനെ പറ്റി പറയാറുണ്ട്. ഭക്ഷണം കുറവാണ്, വസ്ത്രം കുറവാണ്, വീട് കുറവാണ്, അഥവാ പോരാ, വേണ്ടത്രയില്ല. അതുപോലെ പലതും ദുനിയാവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതും കുറവാണെന്ന് ആലോചിക്കുന്നവരാ. എന്ന് നിങ്ങൾ ആലോചിച്ചോക്കെ, എന്റെ കർമ്മങ്ങൾ കുറവാണ്, എനിക്ക് സ്വർഗത്തിലേക്ക് ആവശ്യമായത്ര കർമ്മങ്ങൾ എന്നിലില്ല, ഞാനത് ചെയ്യുന്നില്ല എന്നൊരാലോചന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു റമദാനോടുകൂടി ആ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണേ പ്രിയമുള്ളവരെ. മാത്രമല്ല, നേരെ ഓപ്പോസിറ്റ് എന്താണത്? തിന്മകൾ ചെയ്യുന്നവരിലും ആ തിന്മകളിലും രണ്ടു കൂട്ടരിലും ഒന്ന് തിന്മയാണ്. തിന്മയിൽ ഞാൻ എത്തരുതേ അല്ലാഹുവേ, ആ തിന്മ ചെയ്യുന്നവരുടെ കൂടെയും ഞാൻ ഉണ്ടാകരുതേ റബ്ബേ എന്നൊരു പ്രാർത്ഥനയും നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ. ഇത് നമുക്ക് ആലോചിക്കാനും നമ്മെ അതിലേക്ക് പ്രാപ്തരാക്കാനും സഹായകമാകുന്ന ഒരു മാസമാണ് റമദാൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയൊരു ഇടപെടൽ പറ്റുകയാണെങ്കിൽ ആ പുറകിലിരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നാൽ കുറച്ചും കൂടി ഹൈറായി. കാരണം എന്താ അറിയോ, ഇനി പുറകിൽ വരുന്ന ആൾക്കാർ ഒരിക്കലും അവിടെ ഇരിക്കൂല, അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ക്ഷമ ചോദിക്കണം. നിങ്ങൾക്ക് പ്രയാസമെങ്കിൽ ഇതെല്ലാവരും ഇങ്ങോട്ട് കയറിക്കും. ഒരു നാണക്കെടും വിചാരിക്കണം, ഞാൻ നിങ്ങൾ ചോദ്യം ചോദിക്കൊന്നുമില്ല, നല്ലല്ലേ പഠിക്കണ്ടുള്ളൂ, ധൈര്യമായിട്ടിരുന്നോളൂ. ഞാൻ ഒന്നും ചോദിക്കൂല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ട് വിഷയങ്ങൾ മനസ്സിലാക്കി പറ്റുകയാണെങ്കിൽ സ്വീകരിച്ചാൽ മതി, പറ്റൂലേ സ്വീകരിക്കണ്ട, അവനെന്റെ ഇഷ്ടമാണല്ലോ. ശരി, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാഴ്ചപ്പാട് മുന്നിൽ കണ്ട് ജീവിച്ച ആളായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരാണ് പ്രാർത്ഥിക്കുന്നതെന്നറിയോ? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായ നബി തിരുമേനിയുടെ സഹപാഠിയായ നബി തിരുമേനിയെ സേവിക്കാനായി 10ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി ആക്കിയ ആളാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല കൊണ്ടുപോയി ആക്കിയതാണ് പൊന്നുമോൻ അനസിനെ. ആ അനസ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യുക്സിറു അൻ യഖൂൽ, ധാരാളമായി നബി തിരുമേനി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്, നമ്മൾ ഹിഫ്ളാക്കേണ്ട പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പിന്നെ വേറെ റിവായത്തുണ്ട്, യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. എന്റെ ഹൃദയത്തെ നീ നിന്റെ അനുസരണത്തിലേക്ക്, നിനക്ക് തൃപ്തിപ്പെട്ട മാർഗത്തിലേക്ക് നീ വഴി നയിക്കണേ റബ്ബേ. കാരണം ഹൃദയം മാറി മറിയും. എന്താ അങ്ങനെ മാറി മറിയെന്ന് പറയാൻ കാരണം അറിയോ? ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്തറിയോ? ഇളകി മറിയുന്നത് എന്നാണ്. അതിൽ നിന്നാണ് ഇൻഖിലാബ്, വിപ്ലവം ജയിക്കട്ടെ, ഇളകി മറിയട്ടെ, ഇളക്കി മറിക്കട്ടെ എന്ന പദമൊക്കെ ഉണ്ടായത്. അറബി പദ ഇൻഖിലാബ്. മനസ്സിലായില്ലേ? കേരളത്തില് മലയാളികൾക്ക് ഉപയോഗിക്കുന്ന പല പദങ്ങളും അറബിയാണ്. ഞാൻ ലോകത്തേക്ക് പോകണില്ല, നമുക്ക് ഗൗരവമുള്ളൊരു ചർച്ചയാണല്ലോ. തഹസിൽദാർ, വക്കീല്, അതേപോലെ പല പദങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിലെ പല പദങ്ങളും. ഷായ, ഷാഹീനാണ്. ചായ അറബി പദ. നമ്മൾ ഉപയോഗിക്കുന്ന ചായ അല്ലേ? സാദാ ഹലീം വല്ല സാദാ ഷായ് നോക്കും. സാധാരണ ചായയാണ് വേണ്ടത്, പാൽ ചായയാണ് വേണ്ടത്. അവിടെ ഈ ഷായിന്നാ ഉപയോഗിക്കുക, ചായ. നമ്മൾ ഉപയോഗിക്കുന്ന പല പദവും അറബിയാണ്. ഇരിക്കട്ടെ പ്രിയമുള്ളവരെ, ആ കൂട്ടത്തിൽ ഖൽബ് എന്ന പദം നമ്മൾ നാട്ടിൽ ഉപയോഗിക്കാറുണ്ട്. ഇൻഖിലാബ്. ഇൻഖിലാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇളകി മറിയട്ടെ എന്നാ. ഖൽബ് എന്ന് പറഞ്ഞാൽ ഇളകി മറിയുന്നതെന്നാ. ഒരു സ്റ്റേജിൽ നിൽക്കില്ല. ഒരിക്കൽ നല്ല ഈമാൻ ഉണ്ടാവും, പിന്നെ നേരെ ഇങ്ങനെ ഡൗൺ ആവും. ചിലപ്പോൾ നല്ല ഡൗൺ ആയിരിക്കും, അത് കുറച്ച് ഇങ്ങനെ പൊന്തി വരും. അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ യസീദു വയൻഖുസു, അത് കുറയും ചെയ്യും കൂടുകയും ചെയ്യും എന്ന് ഹദീസിൽ തന്നെ കാണാം. റസൂലുള്ളാഹി, നബിയുടെ പേരൊക്കെ നമ്മൾ എന്താ പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട് ഈ വിഷയം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ചോദിക്കാണ്, ഖാല ഫഖുൽനാ യാ റസൂലല്ലാഹ് ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ.
അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങേക്കും അങ്ങൊന്നിന് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചവരാണ് ഞങ്ങൾ സ്വഹാബികളെന്നിരിക്കെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങൊന്ന് ഭയപ്പെടുകയാണോ? അള്ളാഹുവിന്റെ നബി തിരുമേനി പറയാണ്, ഫഖാല നഅം. നബി തിരുമേനി പറയാ, അതെ, ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്തറിയോ? ഇന്നൽ ഖുലൂബ ബൈന അസ്ബുഐൻ മിൻ അസാബിഇല്ലാഹ് യുഖല്ലിബുഹാ കൈഫ യശാ. നിശ്ചയമായും നിങ്ങളിൽ ഓരോരുത്തരുടെ ഹൃദയം അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ 2 ഹൃദയങ്ങൾ, അള്ളാന്റെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയമുള്ളതെന്നാണ്. ഇവിടെ അള്ളാന്റെ 2 വിരല് പറഞ്ഞാൽ നമ്മളെ വിരല് പോലത്തെ 2 വിരല് എന്നർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്നത് പോലെ. എന്നാ വിരലില്ല എന്നാണോ? അല്ല. അള്ള എങ്ങനെ പറഞ്ഞ് അങ്ങനെ തന്നെ സ്വീകരിക്കുക. അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല, രൂപം കൽപ്പിക്കാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല, അതിന് പ്രത്യേകമായ രൂപഭാവങ്ങൾ കൊടുക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് വിരലുണ്ടോ? വിരലുണ്ട്. അള്ള ചിരിക്കോ? ചിരിക്കും. അള്ളാഹ്ക്ക് കാലുണ്ടോ? ഉണ്ട്. അങ്ങനെയാണോ പറഞ്ഞ അങ്ങനെ തന്നെ. രൂപം പറയാൻ പാടില്ല, വ്യാഖ്യാനിക്കാനും പാടില്ല. അത് രണ്ടും പിഴച്ചതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ. റബ്ബിന് വിരലുണ്ടെന്ന വിരലുണ്ട്. എങ്ങനെ? അല്ലാഹു അഅലം. അങ്ങനത്തെ വിശ്വസിക്കല. എന്തായാലും അള്ളാന്റെ നബി തിരുമേനി പറയണത് പടച്ചറബ് മാറ്റിമറിക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പടച്ചോനെ, റമദാനിലാണ്, നോമ്പോറ്റനാണ്, നിസ്കരിച്ച ആളാണ്, സക്കാത്ത് കൊടുത്ത ആളാണ്, എന്നിട്ടും അയാൾ ഈ ഹറാമ് ചെയ്തു. കാരണം എന്താ? ഇത് മാറി മറിയും. നമ്മളിപ്പോ ഹലാലിലാണ്, നമ്മൾ വായോണ്ട് നമ്മൾ നന്മയെ പറഞ്ഞത്, ഇതേ നാവോണ്ട് എങ്ങനെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരാ നമ്മള്, നല്ലതൊക്കെ പറഞ്ഞ നമ്മള്. ഇതേ നാവുകൊണ്ട് നമ്മള് വേറൊരു സ്ഥലത്ത് ചെയ്യുമ്പോ പച്ചത്തെറി പറഞ്ഞാലോ? അതെന്താ? മാറി മറിഞ്ഞതാണ്. അപ്പൊ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ മാറി മറിയരുത്, എന്റെ നാവിൽ നിന്ന് ഹറാമ വരരുത്, എന്റെ ജീവിതത്തിലും ഹറാമ വരരുത്, എന്റെ ഹൃദയം നീ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ എന്ന് നമ്മൾ റബ്ബിനോട് പറയണം. പ്രിയമുള്ളവരെ, കരന്തറിയൂ, ഏത് നിമിഷവും പിഴക്കാം, ഏത് നിമിഷവും മാറാം, അല്ലാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകാം. അതിനാൽ പ്രിയമുള്ളവരെ, നിലപാടുകളാണ് പ്രധാനം. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണമെന്ന ചിന്തയും താല്പര്യവും ശ്രമങ്ങളും നമ്മിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കണം. പടച്ചോനെ, ഏത് സമയത്തും നീ തൃപ്തിപ്പെട്ടൊരു ജീവിതം നയിക്കാൻ എനിക്ക് തുണയേകണേ അല്ലാ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാത്തടത്തോളം ഇതിങ്ങനെ മാറാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 നേരം ചോദിക്കണ 17 തവണ നിർബന്ധമായി 5 നേരം നമ്മൾ ചോദിക്കണ ചോദ്യമാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. എന്താ അതിന്റെ അർത്ഥം? പഠിച്ചോനെ, നീ ഞങ്ങളെ ഹിദായത്തിലാക്കണേ, ചൊവ്വായ മാർഗത്തിലാക്കണേ. കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടൂല ഹിദായത്ത്. പണവും പദവി ഉണ്ടായാൽ കിട്ടൂല ഹിദായത്ത്. എന്ത് നൽകിയാലും ലോകത്ത് പലതും കിട്ടാണ്ട്. നമ്മൾ പറയില്ലേ, കുന്നംകുളങ്ങാടിയെ പറ്റി പറയും, എന്റെ അമ്മയും ബാപ്പ എല്ലാത്തൊക്കെ അവിടെ കിട്ടും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, അമ്മയും ബാപ്പനെ എല്ലാത്തൊക്കെ അവിടെ കിട്ടും. എന്നാല് ഹിദായത്തും അവിടെ കിട്ടൂല. പൈസ കൊടുത്താൽ കിട്ടാത്ത, പദവി കൊണ്ട് കിട്ടാത്ത, സ്ഥാനമാനങ്ങൾ കൊണ്ട് കിട്ടാത്ത ഒന്നാണ് ഹിദായത്ത്. ഇത് റബ്ബിന്റെ തൗഫീഖാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട എളാപ്പ നബി തിരുമേനിയെ അദ്ദേഹത്തിന്റെ മരണം വരെ സഹായിച്ച എളാപ്പ, ആ എളാപ്പ മരിക്കാൻ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് ചെന്നിട്ട് പറയേണ്ട, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊന്നെളാപ്പ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ല പറയളാപ്പ. എത്ര അള്ളാന്റെ റസൂൽ ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞു നോക്കി. പക്ഷേ എളാപ്പ അങ്ങനെ 4 പേർ നോക്കി. അപ്പൊ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും എല്ലാ ചൈത്തന്മാരും അവിടെ ഒക്കെ ഉണ്ട്. അവര് പറഞ്ഞു, മുഹമ്മദേ ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ നിന്റെ വാപ്പ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലല്ലാതെയാണ് പോണത്, പാരമ്പര്യം, താവഴി, കാക്കകാരണന്മാർ, അതിലല്ലേക്ക് മരിക്കാൻ പോണത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് മരിച്ചുപോയി. എങ്ങനെ മരിച്ചത്? കാഫിറായിട്ട്. ആരുടെ എളാപ്പയാ? നബിയുടെ എളാപ്പ. ആരാ ഹിദായത്തിന്റെ ഈ ലോകത്തേക്ക് ഹിദായത്തുമായി കടന്നു വന്നവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം എളാപ്പാക്ക് അത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പ്രിയമുള്ളവരെ. അപ്പൊ എന്താ, നമ്മളാരും സ്ഥാനവും മാനവും പദവി ഉണ്ടായി കിട്ടുന്നൊരു സംഗതിയല്ല ഹിദായത്ത്. ഇത് നമ്മൾ അഞ്ചേറി ചോദിക്കുന്നത്. അത് നിലനിർത്തി കിട്ടണം, അതിൽ നിന്ന് തെറ്റാൻ പാടില്ല. അതെങ്ങനെ കൃത്യമായൊരു പാതയാണ്. പക്ഷേ
ആ പാതയോരത്ത് നിന്ന് പിശാചുക്കൾ കാത്തിരിപ്പുണ്ടേ വഴിതെറ്റിക്കാൻ. അള്ളാന്റെ നബി തിരുമേനി പറയാ, നബി ഒരു വര ഇങ്ങനെ വരച്ചു സദസ്സില്, സ്വഹാബത്തിന്റെ മുന്നിൽ. വിഷയം മനസ്സിലാക്കാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ആ വരയുടെ അപ്പുറം അപ്പുറം കുറെ വര വേറെ നബി വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗം. മറ്റു വരകളൊക്കെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാനായി പിശാചുക്കൾ, ശൈത്താന്മാർ കുത്തിയിരിക്കുന്ന വഴികളാണ്. സത്യല്ലേ? സത്യല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്തോതി, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് ചൊവ്വായ മാർഗം. ഫത്തബിഉ, നിങ്ങൾ അതിനെ പിൻപറ്റണം. അപ്പുറപ്പുറത്തെ വരണ്ടല്ലോ. വലാ തത്തബിഉസ് സുബുല, ഇസ്ലാം ദീനല്ലാത്ത, ഹിദായത്തിന്റെ മാർഗമല്ലാത്ത മറ്റൊന്നും നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, ഈ സബീലിൽ നിന്ന്, നേർമാർഗത്തിൽ നിന്ന് ഇസ്ലാമല്ലാത്ത മറ്റൊക്കെ നിങ്ങളെ ചിതറിച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതിയിട്ട് പഠിപ്പിക്കാം. അത്ര ഗൗരവമുണ്ട് നമ്മൾ നിൽക്കുന്ന മാർഗത്തിന്. ഇത് സാധാരണ ഒരു സാധനമൊന്നല്ല ഇസ്ലാം എന്ന് പറഞ്ഞാല്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകൊണ്ടും കിട്ടാത്തൊരു സംഗതിയാ. ഇതിലേക്ക് കടന്നു വരുന്ന ആളുകൾ പറയുന്ന കേൾക്കാം. അവര് പറയുമ്പോഴേക്ക് കരയും. അവര് ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോ തന്നെ കരയും. നമ്മൾ ഷഹാദത്ത് കലിമ എത്ര വട്ടം ചൊല്ലണ്ട, നമുക്കൊരു കണ്ണീര് പോലും വരൂല. കാരണം എന്തറിയോ, നമുക്കിത് പാരമ്പര്യമായി കിട്ടിയ സ്വത്താ. അതിന് നലിയും വലിയ ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ വില മനസ്സിലാക്കണം. എന്ത് വേണമെന്നറിയോ? ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കണം. ഹിദായത്തിന്റെ വില. ഞാൻ എന്തിനത് പറഞ്ഞു വെച്ചാല്, മരിക്കുന്നിടത്തൊരു മനുഷ്യന് ഒന്നില്ലെങ്കിൽ അയാൾ ഹിദായത്തിലാകും, അല്ലെങ്കിൽ അയാൾ ദ്വലാലത്തിലാകും. മുസ്ലിമായി ജീവിച്ചിട്ടും ഒരാൾ ദ്വലാലത്തിലായാൽ എത്ര ഗൗരവമാണ് ആലോചിച്ചോക്കിങ്ങള്. ഞാനിങ്ങളൊന്നാരാ? നമ്മൾ മുസ്ലിമീങ്ങളാ. നമ്മളൊന്നാരാ? രണ്ടാമത്തെ നോമ്പുകാരാ അല്ലേ? ഒരു നോമ്പ് നമ്മൾ നോറ്റു, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. രണ്ടാമത്തെ നോമ്പിൽ നമ്മളുള്ളത് അല്ലേ? അതെ. നിങ്ങൾ ആലോചിച്ചോക്ക്, ഈ നോമ്പൊക്കെ നോറ്റിട്ടും നമ്മള് മരിച്ചു പോണത് നരകത്തിലേക്കാണെങ്കിൽ എത്ര ഗൗരവമാണ്, എത്രമാത്രം ആലോചിക്കപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. എന്താണെന്നറിയോ നബി പറയണത്? യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, ഏതൊരവസ്ഥയിലാണോ ഒരാൾ മരണപ്പെട്ടു പോണത്, അതേ അവസ്ഥയിലാണ് ഏതൊരാൾക്കും പുനർജന്മം നൽകപ്പെടുക, പുനരുദ്ധാനം നൽകപ്പെടുക. ഏതൊരവസ്ഥയിലാണ് ഒരാൾ മരണപ്പെട്ടു പോണത്, അതേ അവസ്ഥയിലാണ് അയാൾ പരലോകത്ത് കൊണ്ടുവരപ്പെടുക. നിസ്കാരത്തിലാണ്, സുജൂദിലാണ്, റുകൂഇലാണ്, ഇഅ്തിദാലിലാണ്, തിലാവത്തുൽ ഖുർആനിലാണ്, നബി തിരുമേനിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, സ്വതക്ക നിർവഹിക്കുന്നവരാണ്, അങ്ങ് മക്കയിലെ ഹറമിന്റെ പരിസരത്ത് ജീവിക്കുന്നവനാണ്, ആ ഹറമില് സുജൂദിലാണ്, ആ ഹറമിലെ കഅബയിൽ 5 നേരം തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബയുടെ പരിസരത്ത് തവാഫിലാണ്, ഉംറയിലാണ്, ഹജ്ജിലാണ്, ആ ഹറമിൽ ഇഅ്തികാഫിലാണ്. അല്ലാഹുവേ, അങ്ങനെയാണ് ഒരാൾ മരണപ്പെട്ടു പോകണമെങ്കിൽ അങ്ങനെയാണ് അയാൾ ആഖിറത്തിൽ റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെടുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഒരാൾ ഇബാദത്തിലാണ്, നല്ലതിലാണ് ഒരാൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ ഈ സദസ്സില് അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് വരാന്നിരിക്കാം. ഈ സദസ്സെന്ന് ഇപ്പൊ ഒരാൾ മരിച്ചാൽ അയാൾ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുക ഇങ്ങനൊരു ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നവനായിട്ടാണ്. എന്നാലോ യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, ഒരാൾ മദ്യപാനിയായിരിക്കുകയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ, കള്ളുകുടിയനായി, ലഹരിക്കടിമപ്പെട്ടവനായി, ഹറാമായ സിനിമ കാണുന്നവനായി, സീരിയല് കാണുന്നവളായി, സംഗീതം ആസ്വദിക്കുന്നവളായി, വൃത്തികേട് പറയുന്നവളായി, തമ്മാടിത്തങ്ങൾ പ്രവർത്തിക്കുന്നവരായി, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരായി, അയൽവാസികളും തമ്മിൽ തെറി പറയുന്നവരായി, ചണ്ട കൂടുന്നവരായി ഇരിക്കയാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന, അയാളങ്ങനെ വീഴുകയാണ്, അയാളങ്ങനെ മരിക്കുകയാണ്, അയാൾ ആഖിറത്തിൽ കൊണ്ടുവരപ്പെടുക ഈ തമ്മാടിത്തം പറയുന്നവനായി, നെറികേട് പറഞ്ഞവനായി, വൃത്തികേട് കാണിച്ചവനായിട്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. എപ്പോഴാ മരിക്കുക നമുക്കാർക്കും അറിയില്ല. എപ്പോഴും മരിക്കാം അല്ലേ? മരിക്കാം. ആ മരിക്കുമ്പോ നമ്മൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിലാണ് ആഖിറത്തിൽ വരിക. നമ്മൾ പ്രാർത്ഥിക്കുക,
നമ്മൾ ആലോചിക്കുക, ഞാൻ ഏതവസ്ഥയിലാണ് മരിക്കേണ്ടത്? അള്ളാഹിന്റെ ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ മരിക്കേണ്ടത്? അള്ളാഹുവെ അങ്ങനെ ആക്കണേ. സുജൂദിലായിരിക്കുമ്പോഴാണോ മരിക്കണത്? ഏറ്റവും റബ്ബിലേക്ക് അടുത്ത സമയം അള്ളാഹുവെ അങ്ങനെ ആക്കണേ. അതല്ല റിമോട്ട് ഇങ്ങനെ കലക്കിയിട്ട് ടിവിന്ന് ഇങ്ങനെ സിനിമയും സീരിയലും ഇങ്ങനെ മാറി 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 കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കണതെങ്കിലോ? ആ ശൈത്താൻ കോലത്തിലാണ് റബ്ബിന്റെ ലോകത്ത് വരിക. നിങ്ങൾ ആലോചിക്കണോ ഏത് വേണോ? അവനവന്റെ മൊബൈലിനകത്ത് പച്ച പോണോഗ്രാഫി വൃത്തികേട്, അത് പാതിരാത്രി 12 മണി വരെ ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കുന്നതിനിടയിൽ യൂട്യൂബിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ വൃത്തികേടുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. അതിനിടയിൽ റൂഹ് പിടിക്കുന്നതെങ്കിൽ ഇയാൾ ഈ വൃത്തികേട് കാണുന്നവനായി, കേൾക്കുന്നവനായി, ഷെയർ ചെയ്തവളായി, അന്യ പെണ്ണിനോട്, അന്യ ആണിനോട് ശൃംഗരിക്കുന്നവളായിട്ടാണ് അല്ലെങ്കിൽ ആണ് ഒരാൾ മരിക്കണമെങ്കിൽ ആ കോലത്തിലാണ് അയാൾ ആഖിറത്തിൽ നബിമാരുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ മുന്നിൽ കൊണ്ടുവരപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കച്ചവട സ്ഥലത്ത് മരിക്കും, കൃഷി സ്ഥലത്ത് മരിക്കും, കല്യാണ വീട്ടിൽ മരിക്കും, നിസ്കാരത്തിൽ മരിക്കും, പള്ളിയിൽ മരിക്കും, അങ്ങാടിയിൽ മരിക്കും, എവിടെയും മരിക്കും. അപ്പൊ എവിടെയും മരിക്കുമെന്ന ചിന്തയോടുകൂടിയാകണം നമ്മൾ നടക്കേണ്ടത്, അല്ലേ? ഏത് സ്ഥലത്തും മരിക്കും എന്നൊരു ബോധത്തോടുകൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മുസ്ലിമായി, മുഅ്മിനായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കണമെന്ന ചിന്ത നമ്മളിൽ ശക്തമാകണേ. ആ ഒരു തൗഫീഖിനായി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണേ. അല്ലാഹുവേ, എവിടെ മരണപ്പെട്ടാലും തവഫ്ഫനീ മുസ്ലിമോ അൽഹിഖ്നീ ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിക്കണമേ, സാലിഹായി ജീവിപ്പിക്കണമേ. അല്ലേ? വല്ലാത്തൊരു പ്രാർത്ഥനയല്ലേ ഖുർആനിൽ. എങ്ങനെ പ്രാർത്ഥന? തവഫ്ഫനീ മുസ്ലിമാ, മുസ്ലിമായിട്ട് മരിപ്പിക്കണം എന്നാ പ്രാർത്ഥന, അല്ലേ? ആലോചിച്ചോക്കുങ്ങള്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ പടിയിറങ്ങിപ്പോണ, സ്കൂൾക്ക് ബാഗൊക്കെ തൂക്കി പോണ, കോളേജിലേക്ക് പോണ മക്കളോട് കൈയൊക്കെ പിടിച്ച് സലാം പറഞ്ഞിട്ട് പറയാ, പൊന്നു മക്കളെ, ഈ പോക്കില് നിങ്ങൾ മരിച്ചേക്കാം, അതുകൊണ്ട് റബ്ബിനെ പേടിച്ചിട്ട് മതി സ്കൂളും മദ്രസയിലൊക്കെ പോലെ. തിരിച്ചു വരുമ്പോ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാകാതിരുന്നേക്കാം. നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി തന്ന്, സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്ന് നിങ്ങളെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ തിരിച്ച് സ്കൂളിലെത്തി കുറഞ്ഞു കഴിഞ്ഞ് 2 പീരീഡോ അല്ലെങ്കിൽ 4 പീരീഡോ ഒക്കെ കഴിയുമ്പോഴാവും ടീച്ചർ വന്ന് വിളിക്കുക, പെട്ടെന്ന് വീട്ടിൽ ചെല്ലണമെന്ന് പറയും. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോ ഈ ഉമ്മ മരിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ട് ഇത്തക്കില്ല. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളാരും പറഞ്ഞെടുക്കലുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞെടുക്കാറില്ല. ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണം മാത്രം പറയാം. രാവിലെ ഇപ്പൊ ഇവിടെ അൽഫിത്ര സ്കൂൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ പരസ്യം കണ്ടു ഞാൻ, മാഷാ അല്ലാഹ്. നമ്മൾ രാവിലെ മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കാണ്. ഞാൻ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളല്ല പറയണം, പ്രായപൂർത്തിയായ കുട്ടികളെ പറ്റി. ഒരു 10 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ രക്ഷിതാക്കൾക്ക് നല്ലൊരു ബോധം ഉണ്ടാകും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോ കാര്യം നമ്മൾ പറഞ്ഞെടുക്കും, അല്ലെ? ചെറിയ മക്കളാണ് പ്രത്യേകിച്ചു, ഒക്കെ പറഞ്ഞെടുക്കും. അവരുടെ യൂണിഫോമിന്റെ കാര്യം, ടൈയിന്റെ കാര്യം, ഭക്ഷണത്തിന്റെ കാര്യം, ഓരോ വിഷയങ്ങളും നമ്മൾ പറഞ്ഞെടുക്കും. എന്നാൽ മക്കളെ, നിങ്ങളെ സ്കൂളിന്റെ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ ളുഹർ നിസ്കരിക്കണം, അല്ലേ? അസറിഞ്ഞ് ഇവിടെ എത്തുമെങ്കിൽ ഇവിടെ നിസ്കരിച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞെടുക്കലുണ്ടോ മക്കൾക്ക്? അല്ലേ? പറഞ്ഞെടുക്കലുണ്ടോ? മോനെ, വണ്ടി പുറകിലേക്ക് എടുക്കുമ്പോൾ നോക്കണം, സ്കൂൾ ബസ് തട്ടിയിട്ട് മരണം ഇഷ്ടം പോലെ കേൾക്കുന്നതാണ്. അതുപോലെ അറിയാത്ത ആരെങ്കിലും മിഠായി തന്ന വാങ്ങരുത്, അറിയുന്ന ആളെങ്കിൽ തന്നെ വാങ്ങരുത് എന്നതുവരെ ഗൗരവത്തിൽ നമ്മൾ പറഞ്ഞെടുക്കുമ്പോൾ, മോനെ, ഉമ്മാന്റെ കുട്ടി, ഉപ്പയുടെ മോൻ നിസ്കരിക്കണം, മോളെ നിസ്കരിക്കണം, നിനക്ക് സ്കൂളിൽ പുറത്ത് സൗകര്യമില്ലെങ്കിൽ പൊന്നു മോളെ, നിന്റെ ടീച്ചർമാര് സ്റ്റാഫ് റൂമിന്റെ ഭാഗത്ത് ഒരുക്കി വെച്ചെടുത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനായോ? നമ്മൾ പരിഗണിച്ചോ? കാരണം എന്റെ പൊന്നുമോളുടെ യാത്ര, എന്റെ പൊന്നുമോന്റെ യാത്ര അതൊടുക്കത്തെ യാത്രയാണെങ്കിലോ, അതിലൂടെ മരണപ്പെട്ടു പോയെങ്കിലോ അയാള് അല്ലെങ്കിൽ അവള് ഈ ലോകം വിട്ട് എന്നെ വിട്ടിട്ട് പിരിഞ്ഞു പോയെങ്കിലോ, പൊന്നു പിതാക്കളെ, മാതാക്കളെ, നമ്മൾ ആലോചിച്ചുവോ? നമ്മൾ വസിയത്ത് ചെയ്യണം, എല്ലായ്പ്പോഴും വസിയത്ത് ചെയ്യണം മക്കളോട്. നമ്മൾ രാവിലെ വിട്ട് നമ്മളെ ഓർമ്മ എന്താ? വൈകുന്നേരത്തിന് വന്നോളുന്നാണ്, അല്ലേ? മക്കള് വിചാരം എന്താ? ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മയും ബാപ്പയും അവിടെ ഉണ്ടാവുന്നതാണ്. നമ്മളെ തിരിച്ചൊന്നാലോചിച്ചൊക്കെ ഇല്ലെങ്കിലോ? അതുകൊണ്ട് എപ്പോഴും നിർദ്ദേശിക്കണം. എന്താ നിർദ്ദേശിക്കേണ്ടത്? പൊന്നു മോനെ, മൊബൈലൊക്കെ എൻ്റെ അടുത്തുണ്ട്,
ഇമ്മക്കറിയാം അത് 4G ആണ്, നെറ്റ് ഫ്രീ ഉണ്ട്, ജിയോ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എത്ര ആളെ പഴപ്പിക്കാം, മാക്സിമം ചെയ്താൻ പരിശ്രമിക്കുന്നുണ്ട്, ഇഷ്ടം പോലെയാണ് യൂസ് ചെയ്യാം, എത്ര അൺലിമിറ്റഡ് കോളും ഉണ്ട്. അതുകൊണ്ട് നിന്റെ മൊബൈൽ ഒരിക്കലും നിന്റെ ആഖിറത്തിന് നാശമായി വരരുത്. നീ മരിച്ച കണ്ട ഹറാമും കേട്ട ഹറാമും ചെയ്ത ഹറാമുമായി റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ. ഈ ചിന്ത നമുക്ക് ഈ റമദാനിൽ ഉണ്ടാക്കിയെടുത്താൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്. ഞാനൊരു കാര്യം കൂടി പറയണ, വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. നമ്മളൊക്കെ ഭാവിയെപ്പറ്റി ആശങ്കയുള്ളവരാ, പരിഭ്രമത്തിലാ. ഏത് വരുന്നറിയോ? ഒരു നല്ല ജോലിയില്ല, എന്റെ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, എന്റെ മക്കൾക്ക് നല്ലൊരു ഇണതുണകൾ വന്നിട്ടില്ല, എന്റെ ഇണക്ക് രോഗമാണ്, എന്റെ പൊന്നുമക്കള് അവരർഹിക്കുന്ന അവർക്ക് അനുയോജ്യമായ ഇണകളോ അല്ലെങ്കിലോ അവർക്ക് ആവശ്യമായൊരു ജോലിയോ സാമ്പത്തികമായൊരു ശേഷിയോ കൈവന്നിട്ടില്ല, എന്റെ മാതാപിതാക്കൾക്ക് രോഗമാണ്, എന്തൊക്കെ ആശങ്കകളുമായാണ് ഓരോ പ്രഭാതങ്ങളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്നറിയോ? അവിടുന്ന് അങ്ങോട്ട് പോയാൽ കുറച്ചും കൂടി ആശങ്ക രാഷ്ട്രീയക്കാർക്ക്. പഠിച്ചോനെ, എന്താവും രാഷ്ട്രീയത്തിന്റെ ഭാവി, എന്താവും നമ്മുടെ പാർട്ടിയുടെ ഭാവി, എന്താവും മതേതരത്വത്തിന്റെ ഭാവി, എന്താകും ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി, എന്തൊക്കെ ആശങ്ക എന്നറിയാം ഓരോരുത്തർക്ക്. ഞങ്ങൾ ആലോചിച്ചോക്കി, എന്നാലോചിച്ചോക്കി, ഞാൻ ഈ സെക്കൻഡിലൂടെ മരിച്ചാൽ എന്റെ മരണം, എന്റെ ഖബർ, ആ ഖബറിനപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള ആഖിറം, എന്റെ ഭാവി, എന്റെ ഇണതുണകൾ എന്റെ കൂടെ വരാത്ത എന്റെ ഭാവി, എന്റെ മാതാപിതാക്കൾ എന്നെ സംരക്ഷിക്കാത്ത എന്റെ ഭാവി, എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടാകാത്ത എന്റെ ഭാവി. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. സഹോദരങ്ങളെ വിട്ടിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ്. രക്ഷിതാക്കള് മാതാപിതാക്കളെ വിട്ടിട്ട് മക്കൾ ഓടിപ്പോണ ദിവസമാണ്. മാതാപിതാക്കളെ വിട്ടിട്ട് മക്കൾ ഓടിപ്പോണ ദിവസമാണ്. തന്റെ ഇണയെ, തന്റെ പ്രിയപ്പെട്ടവൻ, തന്റെ പ്രിയപ്പെട്ടവൾ ജീവിതത്തിന്റെ ഒരു ആയുസ് മുഴുവനും ജീവിച്ചത് ഈ ഒരു ഇണക്ക് വേണ്ടിയാണ്. അതുപോലെ നെഞ്ചോട് ചേർത്തി വളർത്തി വലുതാക്കിയ മക്കൾക്ക് വേണ്ടിയാണ്. അവരെ വിട്ടിട്ട് മാതാപിതാക്കൾ ഓടിപ്പോകുന്ന ദിവസമാണ്. ആർക്കും ഉണ്ടാകാത്തൊരു ദിവസം വരാണ്ടെന്നാണ്. ഇങ്ങനൊരു ഭാവി, ഇത്തരൊരു ഫ്യൂച്ചർ നമ്മളെ മുന്നിലുണ്ടോ? കുട്ടികളെ നന്നായി പഠിച്ചോളി, എന്നാലേ നല്ലൊരു ഭാവി ഉണ്ടാകൂ, അല്ലേ? നന്നായി അധ്വാനിച്ചോളി, എന്നാലേ നല്ലൊരു ഭാവി ഉണ്ടാകൂ. നമ്മൾ പറയാറുണ്ട്, അത് ഹലാലാണ്, കുഴപ്പമില്ല, നമുക്ക് പറയാം, മക്കളെ ഉപദേശിക്കാം, അതിലവർക്ക് ആവശ്യമായ മോട്ടിവേഷൻ നൽകാം. എന്നാൽ മക്കളെ, എപ്പോ നിങ്ങളുടെ കോഴ്സ് പൂർത്തീകരിക്കുന്നോ അപ്പോ നിങ്ങൾക്ക് കിട്ടുന്നൊരു ജോലിക്കപ്പുറത്തേക്ക്, കോഴ്സിനിടയിൽ, ജോലിക്കിടയിൽ ആദ്യം കിട്ടിയ ശമ്പളം പൊന്നുമ്മക്കും പൊന്നുവാപ്പക്കും വേണ്ടി നൽകാൻ നിൽക്കുന്നതിനിടയിൽ, എന്റെ ജീവിതത്തിലേക്ക് സന്തോഷമായി കടന്നു വന്ന വിവാഹത്തിനിടയിൽ, ആദ്യ രാത്രിക്കിടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായതിന്റെ അന്ന്, ഏത് സെക്കൻഡിലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണത്തോടുകൂടി വരാനിരിക്കുന്നൊരു ഭാവിയുണ്ട്, ഒരു ഫ്യൂച്ചർ, പരലോകം. നമ്മൾ ആലോചിക്കേണ്ടത് അവിടേക്കാണ്. ആശങ്ക അതിനെപ്പറ്റിയാ വേണ്ടത്. നമ്മുടെ ആശങ്ക മുഴുവനും ആ ലോകത്തെ പറ്റിയാകണം. ഇതൊന്നും നമുക്കൊരു പ്രശ്നമില്ലാത്ത പോലെ. അപ്പോ മരണം തന്നെയൊരു പ്രശ്നമില്ല, ഖബർ തന്നെയൊരു പ്രശ്നമില്ല, പരലോകത്തെ സുഖം നിറഞ്ഞൊരു പ്രശ്നമില്ല. ആലോചിച്ചൊക്കെ നിങ്ങള്, ഞാൻ നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഒന്നാം സ്ഥാനം നൽകിയിട്ടുള്ളത് ദുനിയാവിനാണ്. 2, 3, 4, 5, 10, 100, 150 അത്രയ്ക്ക് സ്ഥാനം പരലോകത്തിനുള്ളൂ. സത്യല്ലേ? നിങ്ങൾ വെച്ചേക്ക്. അത് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. മരണം ആരിലേക്കും കടന്നു വരും. ഈ സദസ്സിൽ എല്ലാവരും ഇരിക്കണ്ടല്ലോ, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ പലതിനെ പറ്റിയും ചർച്ച ഉണ്ടാവും, തർക്കം ഉണ്ടാവും, വ്യത്യസ്ത പാർട്ടികൾ, വ്യത്യസ്ത ഗ്രൂപ്പുകൾ, അല്ലേ? പല രീതിയിലുണ്ടാവും. പക്ഷെ നിങ്ങളെ ആലോചിച്ചൊക്കെ, മരണത്തെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്താകട്ടെ ലോകത്താകട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് തർക്കമുണ്ടോ? പഠിച്ചോന്ന് പറഞ്ഞാൽ ചിലപ്പോ അതൊന്നും ഇല്ലടോ, അതൊക്കെ നിങ്ങളുടെ മതവിശ്വാസികളുടെ വാദല്ലേ. ഖബർ അറിഞ്ഞാൽ അതൊക്കെ അങ്ങനല്ലേ എന്ന് പറയും. എന്നാൽ മരണം അറിഞ്ഞാൽ അതൊന്നും അങ്ങനെ പറയോ? ഇല്ല, ആന്ന് പോലും പൊന്തൂല നാവുന്ന്. കാരണം എന്താ? ഓന്റെ നേതാവിന്റെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട് 18ാം ചരമവാർഷികം, അല്ലേ? ലോകത്ത് മനുഷ്യന്മാർ അംഗീകരിച്ചൊരു ഫാക്ട് എന്താ? മരിക്കും എന്നുള്ളതാണ്. മരിക്കും എന്നുള്ള വിഷയത്തിൽ ലോകത്തെല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? ഉറപ്പുണ്ട്. എങ്ങനത്തെ ഉറപ്പ്?
100ൽ 101 ഉറപ്പാണ് അല്ലേ? ഉറപ്പാണ്. എപ്പോഴാ എവിടെയെന്നുള്ളത് മാത്രമേ അറിയുള്ളൂ, അറിയാത്തുള്ളൂ. ഉറപ്പാണ്. ഈ മരണം ആരിലേക്കും വരും. നിങ്ങൾ ആലോചിച്ചോക്കെ, പരലോകത്തെ പറ്റിയോ അള്ളാഹുവിനെ പറ്റിയോ ഖബറിനെ പറ്റിയോ മരണത്തെ പറ്റിയോ പോലും ചിന്തിക്കാത്ത ഒരാളെ പോലെയാണോ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്ന നോമ്പ് നിൽക്കുന്ന നമ്മൾ? ആണോ? അല്ലല്ലോ. നമുക്ക് കൃത്യമായിട്ട് കാഴ്ചപ്പാടില്ലേ? എന്തിനാ മരിക്കണമെന്ന് വെച്ചാൽ, ഈ മരിക്കുന്നത് 37ാമത്തെ വയസ്സിലാണെങ്കിൽ 37 വയസ്സ് വരെ പ്രായപൂർത്തിക്കപ്പുറം ഞാൻ ചെയ്ത എല്ലാ നന്മകൾക്കും എനിക്ക് റബ്ബൊരുക്കി വെച്ച സ്വർഗം കിട്ടാനാ ഞാൻ മരിക്കണത്. അൽഹംദുലില്ലാഹ്, അത് ഖൈറല്ലേ? എന്റെ ഭാര്യയെക്കാളും സുഖം, എന്റെ ഭർത്താവിനേക്കാളും സുഖം, എന്റെ മക്കളെക്കാളും സുഖം, എന്റെ ഉമ്മനെക്കാളും ബാപ്പനെക്കാളും സുഖം, അതാണ് സ്വർഗസുഖം. അതെനിക്ക് കിട്ടാനുള്ളൊരു മാർഗം മാത്രം മരണം. അപ്പൊ പിന്നെ മരണത്തെ കുറിച്ചൊരു പേടി ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം എന്താ? മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുള്ളൂ. എന്നാൽ മരിക്കാൻ പേടിയായിരിക്കണ്ട കഥ നിങ്ങള്. ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ പരലോകത്തെ പറ്റി എനിക്കൊരു കാഴ്ചപ്പാടില്ല. എന്റെ പരലോകം നഷ്ടാന്ന് തോന്നുന്ന ആളുകൾക്ക് മരിക്കാൻ പേടിയുണ്ടാവും. അയാൾ 199 വയസ്സായിട്ടും ഗിന്നസ് റെക്കോർഡിൽ ഡബിൾ റെക്കോർഡും ട്രിപ്പിൾ റെക്കോർഡും 150 റെക്കോർഡ് കിട്ടിയിട്ടും അത് ചോദിക്കാണ്, വല്യപ്പ നിങ്ങൾ മരിക്കാൻ റെഡിയില്ല, ഞാൻ പോടാ അവിടെ നിന്ന് പറയും. കാരണം എന്താ? അയാളതിന് റെഡി ആയിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മരണാനന്തര ലോകത്തേക്ക് വേണ്ടി റെഡിയാകാനാണ് ഈ റമദാനിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, മരണം ആരിലേക്കും വരും. ഉറപ്പല്ലേ? ഉറപ്പാണ്. വീടുണ്ടായാലും ഇല്ലെങ്കിലും മരണം വരുമേ. അതുകൊണ്ട് ആശങ്കയും പ്രയാസങ്ങളും വീടിനെ പറ്റിയാകരുതേ. വീടുണ്ടായാലും ഇല്ലെങ്കിലും മരണം വരും. വിവാഹം നടന്നാലും ഇല്ലെങ്കിലും മരണം വരും. പരീക്ഷ പാസ്സായാലും ഇല്ലെങ്കിലും മരണം വരും. കച്ചവടം നടന്നാലും നടന്നിട്ടില്ലെങ്കിലും അതിന് ലാഭമുണ്ടായാലും അതല്ല നഷ്ടമുണ്ടായാലും ജീവിതത്തിലേക്ക് മരണം വരുമേ. സൗഹൃദങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും മരണം വരുമേ. ബന്ധുക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും മരണം വരുമേ. മരണം സുനിശ്ചിതമാ, മരണം ഉറപ്പാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയോ? തയ്യാറാക്കിയോ? നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ തയ്യാറാക്കിയോ? അല്ലാഹുവിന്റെ കിതാബിൽ കാണാം, വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ് കിതാബൻ മുഅജ്ജലാ. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചല്ലാതെ ഒരാൾക്കും മരിക്കാനൊക്കില്ല. അവധി കുറിക്കപ്പെട്ടൊരു വിധിയാണ് അത്. അള്ളാഹു നിശ്ചയിച്ചു പോയൊരു വിധിയാണ് മരണം. എന്നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന്റെ ആ ഉമ്മന്റെ വയറ്റിൽ നമ്മൾ 4 മാസമാകുമ്പോ ആര് വരും? അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നതാണ്. എന്നിട്ട് ആ മലക്ക് എന്നിലേക്കും നിങ്ങളിലേക്കും വരും. നമ്മളിൽ റൂഹിനെ ഊതും. അതുവരെ ജീവൻ ഉണ്ടാവില്ല. റൂഹൂതും. ജീവൻ ഉണ്ടാവില്ല എന്നല്ല, റൂഹ് ഉണ്ടാവില്ല, റൂഹൂതും. എന്നിട്ടോ നമ്മുടെ റിസ്ഖ്, നമ്മുടെ ഗർഭപാത്രത്തിൽ ഉമ്മച്ചിന്റെ വയറ്റിലകത്ത് നമ്മൾ കിടക്കുമ്പോൾ അള്ളാഹ് നിശ്ചയിച്ചു നമ്മളെ റിസ്ഖ്. അതേപോലെ നമ്മുടെ അജല് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് മരിക്കുക എന്നുള്ളത്. അതേപോലെ ശഖയ്യുൻ അം സഈദുൻ, ഞാൻ വിജയിയാണോ പരാജയാണോ എന്നുള്ളത്. ഇത് നിശ്ചയിക്കപ്പെട്ടതാണ്. ഇത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അപ്പൊ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, പടച്ചോ നേരത്തെ തന്നെ ഞാൻ നരകത്തേക്കാ സ്വർഗത്തേക്കാ നിശ്ചയിച്ച്, എന്നിട്ട് പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞു? എന്താ അള്ളാഹ് എന്താ ഡ്രാമ കളിക്കാണോ എന്ന് ചോദിക്കും ചിലർ. സത്യത്തിൽ അള്ളാഹിനെ പറ്റിയോ കലാകഥനെ പറ്റിയോ കൃത്യമായിട്ട് അറിയാത്തൊരു പ്രശ്നമാണ്. ഞാൻ അതുകൊണ്ടാണ് ആ വാചകം അങ്ങനെ തന്നെ പറഞ്ഞത്. അള്ളാഹ് ഞാൻ നരകത്തിലേക്കാണ് അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാണ് എന്ന് എഴുതി വെച്ചത് കൊണ്ടല്ല ഞാൻ നരകത്തേക്കും സ്വർഗത്തേക്കും പോണത്. പിന്നെന്താ? എന്നെ ഇവിടേക്ക് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടാവായ റബ്ബിനറിയാം ഞാൻ എങ്ങോട്ടാ പോണെന്നുള്ളത്, എന്റെ റൂട്ട് എന്താണുള്ളത്. അടുത്ത സെക്കൻഡിൽ ഞാൻ എന്ത് ചിന്തിക്കുക എന്നുള്ളത്. ആരെന്നെ സൃഷ്ടിച്ച്? പടച്ചവൻ, ഓനറിയാം. അതുകൊണ്ട് റബ്ബ് എഴുതി വെച്ചതാ. റബ്ബ് എഴുതി വെച്ചത് കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യണതല്ല. നമ്മൾ തെറ്റ് ചെയ്യും എന്ന് റബ്ബിന് അറിയാവുന്നത് കൊണ്ട് അല്ല എഴുതി വെച്ചതാ. മനസ്സിലായില്ലേ? വളരെ ഈസിയാണ് ഖലാ-ഖദർ. ഇതൊരാൾക്ക് മനസ്സിലായിട്ടില്ലേ, അയാൾക്ക് ഈമാനില്ല എന്ന് മാത്രമല്ല, അയാൾ അമല് കബൂലാക്കപ്പെടില്ല എന്നാണ്. ഖലാ-ഖദർ വിശ്വാസമില്ലാത്തവന്റെ അമല് ബാത്തിലാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് ആര് നിശ്ചയിച്ചതാ? അള്ളാഹു നിശ്ചയിച്ചതാണ്. എപ്പോ? എന്നെ ഇവിടെ പടക്കുന്നതിന് മുമ്പ്. കാരണം അള്ളാഹ്ക്കറിയാം ഞാൻ ഏത് റൂട്ടിലാ പോവുക എന്നുള്ളത്. ആൾക്കാർ ചോദിക്കും, അള്ളാഹ് എഴുതി വെച്ച് പിന്നെ ഞാനത് കള്ളുടിച്ച് പിന്നെ എന്നെ കുറ്റം പറയാൻ പറ്റും? അള്ളാഹിനെ കുറ്റം പറയാൻ പറ്റും? അല്ല. ഈ കള്ളുടിക്കുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയണോണ്ട് അള്ളാഹ് എഴുതി വെച്ച്, അല്ലാതെ അള്ളാഹ് എഴുതി വെച്ചുകൊണ്ട് ഈ കള്ളുടിച്ചല്ല. ഫൈമൽക്കല്ല, മനസ്സിലായില്ലേ? ഏറ്റവും ലളിതമായ ഖലാ-ഖദർ മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞത്.
അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ട് അള്ളാനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്താൽ നരകണ്ടെന്നോ നന്മ ചെയ്ത സ്വർഗമുണ്ടെന്നോ പഠിപ്പിച്ചതോ അള്ളന്നെ. പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗം, ഒന്ന് സ്വർഗത്തിന്റെ വഴി, മറ്റൊന്ന് നരകത്തിന്റെ വഴി. ഇത് പഠിപ്പിക്കാനാണ് നബിമാര് വന്നത്, ഇത് പഠിപ്പിക്കാനാണ് വേദഗ്രന്ഥങ്ങൾ ഉണ്ടായത്, ഇത് പഠിപ്പിക്കാനാണ് ഇസ്ലാം ദീന് ലോകത്തുള്ള പ്രചരിപ്പിച്ചത്. കൃത്യമാണ് നമ്മളെ മുന്നിൽ. ഇതൊക്കെ നമ്മളെ മുന്നിൽ ഉണ്ടായിട്ട് കയ്യും കെട്ടിക്കാൻ നിൽക്കുകയാണ്. ഇക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറ്റം പറയാൻ പറ്റൂല. ഞാൻ തുറന്നു പറയുന്നത് വിഷയം മനസ്സിലാക്കാനാണ്. പ്രിയമുള്ളവരെ, എന്തായാലും മരണം സുനിശ്ചിതമാണ്, ഉറപ്പാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചില ആയത്തുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതുകൊണ്ട് മരണത്തെ പറ്റി നിങ്ങളോട് പറഞ്ഞതിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ആ മരണം ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില ആളുകൾക്ക് അതൊരു വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. ആ അസ്വസ്ഥതയുടെ സമയത്ത് അവർ പറഞ്ഞു പോകുന്ന ചില വാക്കുകളുണ്ട്. നമുക്ക് അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മമുള്ളത്. നമ്മുടെ വിഷയത്തിന്റെ മർമ്മം അവിടെയുള്ളത്. അതിലൊരു വാക്കെന്താ പറയുക, ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നത് കാണാം. എന്തായാലും പറഞ്ഞറിയൂ, ഒരാളെ വാക്കല്ല പറയാം, റബ്ബിനെ പറ്റി ആലോചിക്കാതെ, പരലോകത്തെ പറ്റി ആലോചിക്കാതെ, മരണത്തെ പറ്റി ചിന്തിക്കാതെ ജീവിച്ചൊരു മനുഷ്യന്റെ മരണം, ഒരു മുസ്ലിമാന്ന് വിചാരിക്കുക, അയാളുടെ മരണം എങ്ങനെയാണെന്നറിയൂ? جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. അങ്ങനെ അവരിൽ ഒരാളിലേക്ക് മരണം കടന്നു വന്നെത്തുമ്പോ അയാൾ പറയും, റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നൊന്ന് മടക്കണമേ, നീ എന്നൊന്ന് തിരിച്ചേക്കണമേ, മരിക്കാതെ ഈ ദുനിയാവിലേക്ക് റബ്ബേ നീ എന്നെ ഒരിക്കൽ കൂടി ഒന്ന് തിരിച്ചേക്കണേ അല്ലാഹ്. ദിനാന്നറിയോ തിരിച്ചു വരുന്നത്? ദിന തിരിച്ചെന്നറിയോ? لعلي أعمل صالحا فيما تركت كلا لعلي أعمل صالحا فيما تركت. ഞാൻ ഈ ദുനിയാവിൽ ഈ മരിക്കുന്ന സെക്കൻഡ് വരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക് നീ എന്നൊന്ന് തിരിച്ചേക്കണേ റബ്ബേ. കല്ല, അള്ളാന്റെ മറുപടി ഒരിക്കലും ഇല്ല. എന്തായാലും പറയണത്, പഠിച്ചവനെ മരിക്കണ നേരത്തെ ഒരാൾ പറയണല്ല, ഞാനിതാ ഈ നിമിഷം വരെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക് നീ എന്നെ ഒന്ന് തിരിച്ചയക്കണേ റബ്ബേ. മരിക്കണ വരെയും നന്മ ചെയ്യാത്തോ മരിക്കണ നേരത്തെ പറയാം. അപ്പൊ അള്ളാന്റെ മറുപടി കല്ല, ഒരിക്കലുമില്ല. ഇന്നഹ കലിമത്തുൻ, അതൊരു വെറും വാക്ക. അതങ്ങനെ പറഞ്ഞോണ്ടിക്കോ. വമി വറാഇഹിം ബർസഖുൻ, അവന്റെ പുറകിലൊരു ബർസഖുണ്ട്, ഖബറ്, മറ, മരിച്ചാ കൊണ്ടേ അടക്കണ സ്ഥലം. അല്ല, എവിടെയാണത്? എവിടെ? ഏതുവരെ? ഇലാ യൗമി യുബ്അസൂൻ, മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പുനരുദ്ധാനത്തിന്റെ നാൾ വരെ. ഇനി അതേ ഉള്ളൂ, ഓനൊരു തിരിച്ചുവരവില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, മരിക്കണ നേരത്തെ ഞാനും നിങ്ങൾ ഈ വർത്താനം പറയുകയാണെങ്കിൽ എത്ര ഗൗരവമുണ്ടാവത്? തിരിച്ചയക്കണേന്നാണ്. എവിടേക്ക് തിരിച്ചയക്കണേ? എന്റെ പൊന്നുമോളുടെ വിവാഹമാണ്, ആ വിവാഹം നടത്താൻ ഞാനൊരു രക്ഷിതാവായി ആ കല്യാണത്തിന്റെ മുന്നിലുണ്ടാകാനായി തിരിച്ചേക്കണേ റബ്ബേ എന്നതല്ല. അല്ലാഹുവേ, പെരുന്നാള് വരികയാണ്, റമദാൻ അവസാനിച്ചു പോവുകയാണ്. ആ പെരുന്നാളാകുമ്പോ എന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരും, എനിക്ക് ധാരാളം ബിസിനസ്സിന് വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് എനിക്കൊരുപാട് കടബാധ്യതകൾ വീട്ടാനുണ്ട്, എന്റെ കുടുംബത്തെ നേരാവണ്ണം പോറ്റാനുണ്ട്. അതുകൊണ്ട് ഒരു പെരുന്നാളാകുന്നത് വരെ, എന്റെ കടമൊന്ന് വീടുന്നത് വരെ ഈ ദുനിയാവിലേക്ക് നീ എന്നൊന്ന് തിരിച്ചേക്കണേ റബ്ബേ എന്നതല്ല അയാൾ പറഞ്ഞു പോണത്. അല്ലാഹുവേ, എന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല, കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. പോരാത്തതിന് ബാങ്ക് എന്ന ലോൺ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ പണിയൊന്ന് പൂർത്തീകരിക്കുന്നതിലേക്ക് നീ എന്നൊന്ന് തിരിച്ചേക്കണേ റബ്ബേ എന്നല്ല അയാൾ പറഞ്ഞു പോണത്. പിന്നെന്താ അയാൾ പറഞ്ഞു പോണെന്നറിയൂ? ഈ ബിസിനസ്സിനിടയിൽ, ഈ വിവാഹത്തിനിടയിൽ, ഈ വീടുണ്ടാക്കലിനിടയിൽ, ഈ കച്ചവടത്തിനിടയിൽ, ഈ ജീവിതത്തിനിടയിൽ അയാൾ മറന്നുപോയ പുണ്യകർമ്മങ്ങളിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് റബ്ബേ നീ എന്നൊന്ന് തിരിച്ചേക്കണേ അല്ലാഹ്.
അയാൾ കച്ചവടത്തിനിടയിൽ മറന്നു പോയതെന്താ? നിസ്കാരാണ്. അപ്പൊ അയാൾ റബ്ബേ പറയണത് എന്നെ നിസ്കരിക്കാൻ തിരിച്ചേക്കണം. നല്ല കച്ചവടങ്ങൾ നടക്കുമ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വാച്ചിൽ വെക്കും, ഈ മുക്കരിക്കാർക്ക് തന്നെ പണി, എപ്പോ നോക്കിയാലും ബാങ്ക് കൊടുക്കല്. ചിലപ്പോൾ ഒരു കമന്റ് പരിഹാസമാണ്, ശരിക്കും കുഫറാണത്. ശരിക്കും ശ്രദ്ധിച്ചോളി, തമാശക്ക് പോലും പറയാൻ പാടില്ല. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താ, ഇഖാമത്ത് കൊടുക്കാനായി. ഞാൻ നോക്കു വാച്ചക്ക്, ഇഖാമത്തും കൊടുത്തു. അവിടെ നടക്കട്ടെ. നമ്മളിവിടെ എന്താ, ഇവിടെ 4 കസ്റ്റമർ ഇങ്ങനെ നേർന്നു നിൽക്കുകയാണ്. ഇയാള് കുറച്ച് കഴിഞ്ഞ് മരിക്കുമ്പോ പറയണെന്തറിയോ? എന്താ പറയുന്നറിയോ? ഞാൻ ആ ളുഹറിന്, അസ്റിന്, മഗ്രിബിന്, ഇശാഇന്, സുബ്ഹിക്ക് ഒഴിവാക്കിയ കർമ്മത്തിലേക്ക്, സൽക്കർമ്മത്തിലേക്ക് നീ എന്നൊന്ന് തിരിച്ചേക്കണേ റബ്ബേ. നിങ്ങൾ ആലോചിക്ക്, മനുഷ്യൻ പറയുന്ന ഡയലോഗാണത്. അള്ളാന്റെ ഡയലോഗ് എന്താ? കല്ല, ഒരിക്കലും നടക്കൂല, ഇനിയൊരു തിരിച്ചു വരവില്ല. എനിക്ക് മരിച്ചാൽ പിന്നെ അങ്ങോട്ട് തന്നെ, ഇങ്ങോട്ടില്ല. ഞാനും നിങ്ങളും എത്ര മയ്യത്തുകൾക്ക് സാക്ഷികളായവരാണ്, എത്ര സക്കറാത്തിന്റെ ഹാലിൽ ചെന്ന് നിന്നവരാ നമ്മള്. ഈ കൂട്ടത്തിൽ ഞാൻ ചോദിക്കണില്ല. നിങ്ങൾ കാണണത്, മരിക്കാനായി എന്ന് പറയുന്ന രോഗിയുടെ അടുത്ത് നമ്മൾ ചെല്ലണം. എന്തിനാ ചെല്ലണത്? ഓ, ഇയാൾ എപ്പോഴാ തീർന്നിട്ടാ എന്ന് നോക്കാനല്ല, പിന്നെ അയാൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു അയാൾക്ക് നിശിഫ നൽകണേ. എന്നിട്ട് അയാൾക്ക് നന്മക്ക് വേണ്ടി, ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല ഹാലിലാണെങ്കിലോ, അങ്ങോട്ട് പോകാനായിക്കണം തോന്നുകയാണെങ്കിലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. നിങ്ങൾ ആ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്നും കാണുന്നില്ല, ഇയാളെല്ലാം കാണുന്നുണ്ട്, നമ്മളൊന്നും കാണുന്നില്ല. കുറച്ചിങ്ങനെ കഴിഞ്ഞു, ഒന്നും കണ്ണിങ്ങനെ പ്രത്യേക ഒരു ഹാലില്. പിന്നെ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ ഒന്നും അറിയണില്ല. കാരണം എന്താ? അയാൾ മരിച്ചു. അപ്പോ ബന്ധപ്പെട്ടവർ ചിലപ്പോൾ കരയും, ചിലപ്പോൾ ആളുകൾ ഫോണിൽ മെസ്സേജ് അയക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഇതാ മരിച്ചു. നിങ്ങൾ നല്ല ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് അയാൾ മരിച്ചത് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ കണ്ണിന്റെ മുന്നിലാണ് അയാളുള്ളത്. അയാളെ കണ്ണ് തുറന്നിരിക്കണ്ട്, നമ്മളെ കണ്ണ് തുറന്നിരിക്കണ്ട്, നമ്മൾ വിക്രലി കൊടുക്കണ്ട്. അയാൾ ചൊല്ലിട്ടുണ്ടോ അല്ലാഹു ആലം. പക്ഷേ അതിനിടയിൽ അയാൾ മരണപ്പെട്ടു. അവിടെ ആരാ വന്നത്? ബന്ധുക്കൾ വന്നു, കുടുംബക്കാര് വന്നു, കൂട്ടക്കാര് വന്നു, അയൽവാസികൾ വന്നു, എല്ലാവരും വന്നു. പക്ഷേ ഇവരാരും ശ്രദ്ധിക്കാത്ത ഒരു കൂട്ടരവിടെ വന്നു. അതാണ് മലക്കുൽ മൗത്തും സംഘവും. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം കൂടെ എന്നറിയോ? ഈ മലക്കുൽ മൗത്തും സംഘവും അവിടെ നിൽക്കുന്നവരെല്ലാം കണ്ടിട്ടുണ്ട്. ആരെ കണ്ടിട്ടുണ്ട്? ഈ മയ്യത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന മകനായ എന്നെ മലക്കുൽ മൗത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. എന്റെ അപ്പുറത്തിരിക്കുന്ന എന്റെ ഉമ്മയെ ഈ മലക്കുൽ മൗത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഉമ്മ കണ്ടിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ മരണാസന്നനായി കിടക്കുന്ന എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ പ്രിയപ്പെട്ടവൾ, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ പൊന്നമോൻ, ഞാനുമായി ബന്ധപ്പെട്ടവർ മലായിക്കത്തുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളാരും കാണുന്നില്ല. നമ്മളെ കൂട്ടത്തിൽ മരിച്ചു പോണ ആളാരെ കാണുന്നുണ്ട്? മലക്കുകളെ കാണുന്നുണ്ട്. നിങ്ങളാരെങ്കിലും കണ്ടതുവരെ? നമ്മളാരും കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ നോക്കിക്കാണ്. എന്താണ്? മലക്കോ നമ്മളെല്ലാരും കണ്ട്. അടുത്തതാര മരിക്കാൻ. ഈ മലക്കനെ നമ്മുടെ അടുത്തേക്കും വരുന്ന മരിപ്പിക്കാൻ. പക്ഷെ മലക്കപ്പം നമ്മളെ കാണുന്നുണ്ട്. ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും മലക്ക് നമ്മളെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് കാണില്ല. എത്ര മയ്യത്ത് സന്ദർശിച്ച് നമുക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായോ പ്രിയപ്പെട്ടവരെ? അള്ളാഹ് പറഞ്ഞറിയോ? كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق إلى ربك يومئذ المساق അവന്റെ 2 കാലും കൂട്ടിപ്പണിയുന്ന. എന്നിട്ട് പറയും, മന്ത്രിക്കാൻ ആരുണ്ട്, ഒന്ന് മന്ത്രിച്ചരോ എന്ന് ചോദിക്കുന്ന സമയമാണെന്ന്. ഇത് നോക്കിങ്ങള്. ഇനി മരിക്കാൻ വിധിക്കപ്പെട്ട ആളെ പറ്റി അള്ള പറയാം. നല്ല ശ്രദ്ധിക്കണം. ഞാനാണോ മരിക്കണത് എങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങള്? അതൊരു വേർപാടാണ്. ഇത് ഞാൻ മരിക്കാണ് എന്നാ മരിക്കാൻ വിധിക്കപ്പെട്ട ആൾക്ക് ബോധ്യമാവുകയും ചെയ്യുമെന്ന് അല്ലാഹു പറയുകയാണ്. റബ്ബ് പറയാണ്, അപ്പുറത്ത് കൂടെ ഒന്നും ബോധ്യമായിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് ബോധ്യം, ഉദാ റബ്ബേ ഞാൻ മരിക്കണ്. ആലോചിച്ച് നോക്കി.
എന്റെ ഭാര്യയും മക്കളൊക്കെ ഇരിക്കുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല. ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വണ്ടി ഇങ്ങോട്ട് തെറിച്ച് പൊട്ടിത്തെറിച്ച് നമ്മള് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാളെ എടുക്കുമ്പോൾ പഠിക്കില്ല നിൽക്കൊന്നുമില്ല എന്നാണ് ആശ്വസിപ്പിച്ച് അയാളെ ഉഷാറാക്കി കൊണ്ടുനടക്കുമ്പോഴും അയാള് കാണണ്ടാരേ നമ്മളെന്താ പറയുന്നത്? ഒന്നുമില്ല നിങ്ങൾ വേഗം നമ്മൾ പെട്ടെന്ന് ആശുപത്രി പോകും. അയാൾ അറിയണ്ടേ ഞാൻ മരിക്കാൻ പോകുന്ന അയാൾക്ക് ബോധ്യമുണ്ട്. നമ്മൾ ആശ്വസിപ്പിച്ചിട്ട് എന്താ കാര്യം? ആലോചിച്ചൊക്കെ എപ്പോഴെങ്കിലും ഇതൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്നവരാ പ്രിയപ്പെട്ടവരെ. ആ മരിക്കണ സമയത്ത് ഞാൻ നിങ്ങൾ ഒരിക്കലും പറയേണ്ടി വരരുത്, പടച്ചോനെ നിസ്കരിച്ചിട്ടില്ല, ഒന്ന് നിസ്കരിക്കാനായി മടക്കണേ, നോമ്പ് വെച്ചിട്ടില്ല, നോമ്പ് നോൽക്കാൻ മടക്കണേ, ജക്കാത്ത് കൊടുത്തിട്ടില്ല, ജക്കാത്ത് കൊടുക്കാൻ മടക്കണേ, കഴിവുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ഉംറയും ഹജ്ജും നിർവഹിച്ചിട്ടില്ല റബ്ബേ, ഒന്ന് തിരിച്ചയക്കണേ അല്ലാ. ഇക്കൊല്ലത്തെ റമളാനിലെങ്കിൽ ഒരു ഉംറ നിർവഹിക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ, അമല് ചെയ്യാൻ തൗഫീഖ് കിട്ടണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ ഇയാൾ പ്രാർത്ഥിക്കണം എപ്പോഴറിയോ? എപ്പോഴാ പ്രാർത്ഥിക്കണം അറിയോ? മരിക്കണ നേരത്ത്. പ്രാർത്ഥനക്ക് ഉപകാരമില്ലാത്ത സമയമാണ് മരിക്കണ നേരത്ത്. ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? ഉപകാരം ഉണ്ടാകണമെങ്കിൽ ആർക്കും ഉപകാരം എന്നറിയോ? ഫിർഔന് ഉപകാരം ഉണ്ടായിരുന്നു. മുങ്ങിങ്ങനെ ചാകാൻ നേരത്തെ മുപ്പര് പറയണത് ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ. അല്ലാഹു പറഞ്ഞു എനിക്ക് എന്റെ വേണ്ട, ചോണ്ടത് വേണ്ട. ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളീ കൂടിയതിനെ, കേൾക്കുന്നതിനെ, പറയുന്നതിനെ നാളെ അവന്റെ സ്വർഗത്തിലേക്കുള്ളൊരു സൽക്രമമായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തൃപ്തികരമല്ലാത്ത ഒരവസ്ഥ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ റബ്ബിനോട് നല്ലോണം പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മരണത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബിനോട്. എപ്പോഴും വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സൽക്കർമ്മങ്ങൾ എന്താണോ ആ സൽക്കർമ്മങ്ങളിലേക്ക് തിരിച്ചയക്കണേ എന്നാണ് ഇവിടെ മരിക്കാൻ വിധിക്കപ്പെടുന്ന ആള് റബ്ബിനോട് പറയണത്. ഒരു നിലക്ക് ഉപകാരപ്പെടാത്ത മാലം അല്ലേ, അള്ളാഹ് തൗബ സ്വീകരിക്കാൻ മാത്രം സമയം നിശ്ചയിച്ചൊരു സന്ദർഭമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടില്ല? റബ്ബിനോട് പശ്ചാത്തപിച്ചിട്ടില്ല. ആ മനുഷ്യൻ മരിക്കണ നേരത്തെ റബ്ബിനോട് കെഞ്ചാണ്, ഒന്നും തിരിച്ചേക്കണ റബ്ബേ. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം പറയാണ്. ഇത് പരലോകത്തുനിന്ന് മനുഷ്യൻ പറയുന്നുണ്ട്, നരകത്തിന്റെ മുമ്പിന്ന് പറയുന്നുണ്ട്, നരകത്തിൽ എത്തുമ്പോൾ പറയുന്നുണ്ട്, ഒന്ന് തിരിച്ചേക്കണേ, ഞങ്ങൾ നന്നായിക്കോളാം, നല്ലവരായിക്കോളാം. ഇപ്പോ മരണത്തിന്റെ അവിടുന്ന് തുടങ്ങിയിട്ട് നരകത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന നിമിഷം വരെ മനുഷ്യൻ പറയുന്ന ഡയലോഗാണത്. ഈ ഡയലോഗ് പറയുന്നവർ മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിലോ നഊദു ബില്ലാഹി മഅദല്ലാഹ്, അല്ലാഹുൽ മുസ്തആൻ. റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞ റബ്ബിനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്റെ മരണം ഈമാനുള്ളതാക്കണേ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ എന്താ വിഷയം? അള്ളാഹ് പറയാണ് തിരിച്ചയക്കൂല. എന്താ ഇയാൾ പറയണത്? ഞാൻ ഉപേക്ഷിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. ഏതാ ഉപേക്ഷിച്ച സൽക്കർമ്മം? ഒന്നാമത്തെ സൽക്കർമ്മം എന്താ? നിസ്കാരം. കാരണം ലോകത്ത് അധികം ആളുകളും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉപേക്ഷിക്കുന്ന സൽക്കർമ്മമാണെന്ത്? ഈ നിസ്കാരം. ഞാനൊരു വിശാലമായ ഒരു വിവരണം ഇതിന് നൽകണില്ല, സൂചനകൾ മാത്രമേ പറയുള്ളൂ. നോക്ക് നിങ്ങൾ, നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്നത് അവന്റെ ഹുക്കം എന്താണെന്ന് നിങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ
രണ്ട് അഭിപ്രായമുണ്ട്. ഇസ്ലാമിക മില്ലത്തിൽ നിന്ന്, ദീനിൽ നിന്ന് മുർത്തദ്ദായി പോണ, പുറത്തു പോണ കുഫറാണോ, അതല്ല തൗബ ചെയ്ത് മടങ്ങാൻ പറ്റണം, ഇതിനകത്ത് കർമ്മങ്ങളിലൂടെ പരിഹരിക്കപ്പെടുന്ന ഒരു കുഫറാണോ എന്ന രീതിയിൽ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. പക്ഷെ അഹ്ലുസുന്നത്തിൽ ഭൂരിഭാഗം ഉലമാക്കൾ പറഞ്ഞത് അസ്സഹീ ഖൗലൈ അൽ ഉലമാ എന്താണെന്നറിയോ, ഉലമാക്കളുടെ കൗലുകളിൽ ഏറ്റവും സഹീഹായത് അയാൾ കാഫിറായി പോകുന്ന, നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചവൻ കാഫിറാണെന്ന് സാധാരണ വിഷയം നല്ലത്. അതുകൊണ്ട് സുബീക്കൊക്കെ പൊരേ കിടന്നുറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇനി നിർത്തിയിട്ടില്ലെങ്കിലേ പിന്നെ നമ്മളിനി എന്നാ നിർത്താ, മലക്കുൽ മൗത്ത് വരുമ്പോഴോ, ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നമസ്കാരം ഉപേക്ഷിക്കപ്പെടുക എന്ന കുഫർ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ മതി. എത്ര സ്ഥലത്താണ് നിസ്കാരത്തെ പറ്റി പറഞ്ഞറിയോ, പുറമെ ഹദീസിൽ അല്ലേ. മാത്രമല്ല സ്വഹാബത്ത് പറഞ്ഞൊരു കൗല് മാത്രം ഉണ്ടെന്നറിയോ, ഉപേക്ഷിച്ചാൽ കുഫറായി പോകും എന്ന് ഞങ്ങൾ കരുതുന്നെന്തറിയോ, തർക്കുഹു കുഫ്റൻ ഗൈറ സ്വലാ, നമസ്കാരമല്ലാതെ മറ്റൊന്നുമില്ലാണ്. അത്ര ഗൗരവമാണ്. ഒന്ന്, കുഫറായി പോകും, കാഫിറായി പോകും. ഞാൻ അതിന്റെ വിശാലതയ്ക്ക് പോണില്ല. രണ്ട് സുബ്ഹിക്കും ഇശാഇനും പള്ളിയിൽ പോയി നിസ്കരിക്കാത്തവനെ സംബന്ധിച്ച് അള്ളാന്റെ നബി തിരുമേനി പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെടുന്നത് അവർ മുനാഫിക്കുകളാണെന്നാണ്. ആരാണ്? മുനാഫിക്കുകൾ. ഈ രണ്ടു കൂട്ടർക്ക് വാരിച്ച നിസ്കാരാണ് സുബഹിയും പിന്നെ ഇശാവും. കാരണം എന്തറിയോ, സ്വഹാബത്ത് പറയുന്നത് ഞങ്ങളെ കൂട്ടത്തിൽ രോഗികൾ വരെ രണ്ടാളുടെ ചുമലിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിട്ട് പള്ളിയിൽ വരാറുണ്ടായിരുന്നു. പ്രത്യക്ഷ മുനാഫിക്കുകളല്ലാതെ സുബ്ഹി ജമാഅത്തിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നില്ല. സ്വഹാബത്തിന്റെ ഇജ്മാഅൻ, ഉമ്മത്ത് മുസ്ലിമിന്റെ ഇജ്മാഅൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുബ്ഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാത്തവൻ ശരിക്കും അവനിൽ എന്തുണ്ട്? നിഫാഖുണ്ടെന്നാണ്. അപ്പൊ രണ്ടാമത്തെ നിഫാഖാണ്. മൂന്നാമത്തെ വിഷയം തറിയോ, ഈ ലോകത്ത് നിന്ന് അയാൾ മരണപ്പെടുകയാണ്, അയാൾ ആഖിറത്തിലെത്തുകയാണ്, സ്വർഗക്കാരും നരകക്കാരുമായ ആളുകൾ വേർതിരിയുകയാണ്. അപ്പൊ സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലുള്ള ആളുകളെ പറ്റി അന്വേഷിക്കുന്നു. അനിൽ മുജ്രിമീൻ മാ സലക്കകും ഫീ സഖർ, എന്തൊരു കാരണത്താലാണ് കുറ്റവാളികളെ പറ്റി അവർ അന്വേഷിക്കുകയാണ്. എന്തൊരു കാരണത്താലാണ് നിങ്ങൾ സഖറിലെത്തിയത്? നരകത്തിന്റെ മറ്റൊരു പേരാണ് സഖർ. ഖാലൂ, നരകക്കാര് പറഞ്ഞു പോകുന്ന മറുപടി എന്തറിയോ, ലം നഖു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. നരകത്ത് പോണൊരു പാപാണെന്ത്? നരകത്ത് പോണൊരു പാപാണെന്ത്? നിസ്കരിക്കാതിരിക്കുക എന്നത്. ഇത് മനുഷ്യന് നരകത്ത് പോണ പാപാണ്. നാലാമത്തെ ഒരു പോയിന്റ് എന്തറിയോ, ഈ നരകരാജ്യത്തിൽ അയാൾക്ക് അള്ളാഹു ചില സുഹൃത്തുക്കൾ ഏർപ്പെടുത്തി കൊടുക്കും. സമാധാനായി, അവിടെ ഉണ്ട് സുഹൃത്തുക്കൾ അല്ലേ, അവിടെ ഉണ്ട് ഫ്രണ്ട്സ്. പക്ഷെ ഫ്രണ്ട്സ് ആരെന്നറിയങ്ങള് ആരെന്നറിയോ? ഖാറൂന വഫിർഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്. മഅദല്ലാഹ്, ഒന്ന് ഖാറൂൻ, ഫിർഔൻ, ഹാമാൻ, മൂന്നൊരു സമുദായത്തിൽപ്പെട്ടതാ. പിന്നെ ഉബയ്യ് ഇബ്നു ഖലഫ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലുണ്ടായിരുന്ന ആജന്മ ശത്രു. ഏറ്റവും വൃത്തികെട്ടവരുടെ കൂടെയാണ് നിസ്കരിക്കാത്തവർ നരകത്തിലുണ്ടാവുക. ആര്? അബൂബക്കറും ആയിഷായും ഫാത്തുമയും ഖദീജയും രഹനയും സലീമും സുഖൂറും ഒക്കെ ഉണ്ടല്ലോ, കുറെ പേരുള്ള മാപ്പിള്ളേർ നിസ്കരിക്കാത്ത നല്ല ഫ്രണ്ട്സാണ്. അവന്റെ കൂടെ അറബി പേരുള്ള ഖാറൂൻ, ഫിറൗൻ, ഹാമാൻ ഒക്കെ അറബി പേര് തന്നെയല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമ്മളെ കാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ ഒരു കാര്യം എന്താ, നിങ്ങള് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്, ഈ നമസ്കരിക്കാത്തവരെ മുസ്ലിങ്ങളുടെ പൊതു ഖബർസ്ഥാനിലടക്കം ചെയ്യാൻ പാടില്ല. ആറാമത്തെ കാര്യം എന്തറിയോ, ഈ നിസ്കരിക്കാത്തവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇനി വിവാഹം ചെയ്തു കൊടുത്തു അയാളെ നിസ്കരിക്കൂല എന്നാണ് ബോധ്യമായതെങ്കിൽ, ഏഴാമത്തെ വിഷയം എന്താണെന്നറിയോ, അവരുടെ രണ്ടുപേരുടെയും വിവാഹ ബന്ധത്തെ വേർപ്പെടുത്തണേ. നിസ്കരിക്കാത്തവന്റെ വിവാഹ ബന്ധം വേർപ്പെടുത്തണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ എണ്ണിയ 10-15 എണ്ണാണ്ട് എണ്ണി നമ്മളൊക്കെ കുടുങ്ങി പോകും. കാരണം എന്തറിയോ, പലപ്പോഴും നമ്മളെ പുരയിൽ പെങ്ങന്മാരെ കെട്ടിച്ചിട്ട അളിയന്മാർ ചിലപ്പോൾ നിസ്കരിക്കാത്തവരുണ്ടാവും. അസ്സലാമു അലൈക്കും, നീ ഓള് ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. എങ്ങനെയും പോട്ടെ നമ്മൾ പറയല്, അങ്ങനെ പറഞ്ഞയച്ചാൽ നമ്മളെ കുഴപ്പമോ. എങ്ങനെയും പോകരുത്, മാന്യമായിട്ട് പോണം നമ്മളെ മക്കള്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞത് നിസ്കരിക്കാത്തവന് കിട്ടുന്ന അദാബ് വലുതാണ്.
ഈ ആള് നിസ്കരിക്കാത്ത ഒരാൾ മരിക്കുമ്പോ പറയുന്ന വാക്കെന്താ? റബ്ബേ മടക്കി അയക്കണേന്ന്. എന്തിനു നിസ്കരിക്കാൻ മടക്കി അയക്കണേ? അള്ള പറയില്ല, മടക്കാൻ പറ്റൂല. ഇയാളുടെ ഒരു നാശം ആലോചിച്ചു നിങ്ങള്. അള്ളാഹുവിന്റെ ഹബീബി ലോകത്തൊന്ന് മരിക്കാൻ നേരത്ത്, വഫാത്താകണ നേരത്ത് പോലും നബി പറഞ്ഞ വാക്കെന്താ? നബിയുടെ അവസാനത്തെ വസിയത്ത്, വസ്വായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ കിതാബിന്റെ കാണാം. നബിയുടെ അന്തിമ വസിയത്തുകൾ എന്ന കിതാബ് വേറെയും കാണാം. ഈ രണ്ട് വസിയത്തിന്റെ കിതാബിലുണ്ടെന്നറിയോ? നമസ്കാരം, നമസ്കാരം. അള്ളാഹുവിന്റെ നബി തിരുമേനി ഉമ്മത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു പോയതാണ് കല്യാണത്തിന്റെ വീട്ടിൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്, യാത്രയിൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്, ഒരു കാരണവുമില്ലാതെ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. പാതിരാത്രി 7 മണി മുതൽ രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന 2, 3, 4 കളികളുണ്ടല്ലോ. ഫ്ലഡ് സ്റ്റേഡിയങ്ങളിൽ പന്ത് കളികൾ, ഫുട്ബോൾ മേളകള്, അതിന്റെ പേരിൽ മഗ്രിബ് നമസ്കാരം ഖളാ ആക്കുന്ന, ഇശാ നമസ്കാരം ഖളാ ആക്കുന്ന, പിറ്റേന്ന് സുബഹിക്ക് ഉറങ്ങിയിട്ട് നഷ്ടപ്പെടുത്തി പോകുന്ന പച്ച കാഫിറുകളായി സമുദായത്തിലെ മെമ്പർമാര് മാറിപ്പോകുന്നുണ്ട്. മഅദല്ലാഹ്. എത്ര മേഖലയിലൊക്കെ ഇക്കൊല്ലം ഞാൻ കണ്ടിട്ടില്ല. സാധാരണ റമളാൻ മാസം വന്ന ഉണ്ടാവും ഫുട്ബോൾ മേള. ഒന്നില്ലെങ്കിൽ വേൾഡ്, അല്ലെങ്കിൽ യൂറോപ്പ്, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക, അല്ലെങ്കിൽ ഏഷ്യ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. കാരണം മാപ്പിളാര് മുസ്ലിങ്ങളെ ബാത്തിലാക്കണം എന്നുള്ള. എന്നിട്ട് ഇതിന്റെ മുന്നിലാ പാതിരാത്രി കണ്ട സ്റ്റേഡിയത്തിൽ മുഴുവനും ടിക്കറ്റും കൊടുത്തിട്ട് മാപ്പിളാര് മുണ്ടുകാലം കയറ്റി കുത്തിങ്ങനെ നിൽക്കണം. അവന്റെ ആണ്ട എന്താ കളി എന്നറിയാം. മഗ്രിബില്ല, ഇശാവുമില്ല, പിറ്റേന്ന് സുബഹിയില്ല. ഇത് മൂന്നും ഇല്ലാത്തവനാരാ? ഞാൻ പറയണ്ടല്ലോ, കാഫിറാണവൻ, മുനാഫിക്കുമാണ്. ഈ ബാക്കി എന്താ പറയാനുള്ള കൂട്ടർ? ഇത് നിന്റെ വകയല്ല, അഹ്ലു സുന്നത്തിന്റെ വകയെ. നല്ല പഠിച്ചോളി. ഈ അർത്ഥത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കി നിങ്ങൾ, രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ വിശദീകരിക്കാം. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുത്തേതാ? സക്കാത്ത് അല്ലേ? സക്കാത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6. ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഒന്നാമത്തെ ഷഹാദത്താം. അങ്ങനെ പാട്ട് പാടിക്കൊണ്ട കുട്ടികൾ കരച്ചിൽ നിർത്തി. അതിന്റെ ഒരു ബേസിക് സംഗതിയാണ്. അപ്പൊ രണ്ടാമത്തത് എന്താ പറയാ, നിസ്കാരവും. മൂന്നാമത്തെ സക്കാത്തും. നമ്മൾ പഠിച്ചത് പാടി പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്തെന്ന് വെച്ചാല് അവകൾ അറിയല് ഫറലാണ്, അറിയലേ ഫറന്നുള്ളൂ, ചെയ്യണമെന്നില്ല. പാട്ടിൽ നമ്മൾ പഠിച്ചെന്താ? അവകൾ അറിയലു ഫറലാണ്, ചെയ്തിട്ടില്ലേ കുഴപ്പമില്ല, അറിഞ്ഞാ മതി. എങ്ങനെ പിന്നെ ആലോചിച്ച് വെച്ച് ഈ സമുദായത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുക, എന്ത് ഇജ്ജത്ത് ഉണ്ടാകുക, നിസ്കരിക്കാത്തവരുടെ ജീവിതത്തിൽ എന്ത് ബർക്കത്ത് ഉണ്ടാകുക. അതുപോലെ തന്നെയാ സക്കാത്ത്. ഇവിടെ അല്ലാഹു നമസ്കാരത്തെ പറ്റി പറഞ്ഞു, അവിടെ റബ്ബ് സക്കാത്ത് എന്ന പദവും വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ എവിടൊക്കെ സക്കാത്ത് പറഞ്ഞു, നമസ്കാരം പറഞ്ഞു, അവിടൊക്കെ സക്കാത്ത്. പുറമെ എക്സ്ട്രാ നമസ്കാരത്തെക്കാളും ഖുർആനിൽ ഉപയോഗിച്ചൊരു പദം സക്കാത്താണ്. പരിശോധിച്ച് അത്ഭുതം തോന്നും നമ്മള്. ഈ സക്കാത്തിൽ തന്നെ 2 രീതി. സ്വതക്ക എന്ന് പറയും സാധാരണ. സ്വതക്ക നിർബന്ധമായതുകൊണ്ട് നിർബന്ധമാകത്തുണ്ട്. നിർബന്ധമായ സ്വതക്ക എന്നാണ് സക്കാത്ത്. ഇത് നിർവഹിക്കാത്തവർ വലിയ അപകടമാണ്. ആളുകളെ മനസ്സിലുള്ള എന്താ വെച്ചാല്, റമളാൻ മാസം ഇങ്ങനെ കാത്തൊക്കെ പഠിച്ച ആൾക്കാര്, എന്താ പഠിച്ചോനെ റമളാൻ വന്നിട്ട് വേണം സക്കാത്ത് കൊടുക്കാൻ. ഞാൻ ആലോചിച്ച് നോക്കും, പഠിച്ചോനെ എല്ലാവർക്കും റമളാനിലെ സക്കാത്ത് ഉണ്ടാകുക? ശവ്വാലും ഷാബാലും ആർക്കും സക്കാത്ത് ഉണ്ടാവില്ല? മുഹറം മാസത്തിലും ഉണ്ടാവില്ല? നോക്കി നിങ്ങള്, ഇനി വരാൻ പോണ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാര് ഈ മാസത്തിൽ സക്കാത്ത് കൊടുത്താൽ ഓക്കെ, ഓൽക്ക് ഇരട്ടി പുണ്യം എന്ന് പറയാം നമുക്ക്. എന്നാ കഴിഞ്ഞ മാസമൊക്കെ കൊടുക്കേണ്ട ആൾക്കാര് ഈ മാസത്തിലേക്ക് നീട്ടി വെച്ചാൽ ഓന് കൂലിയല്ല ഉണ്ടാവുക, കുറ്റം ഉണ്ടാകാം. ശരിക്കും പഠിച്ചോളിങ്ങള്. അതെന്താ?